ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PYQ ആണ് കേട്ടോ. ഇംഗ്ലീഷിലെ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ടോ? ഇംഗ്ലീഷിന്റെ പ്രീവിയസ് ഇയേഴ്സിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ടൈം ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്. വി ഹാവ് മൂവ്ഡ് ഡാഷ് ഫ്രം ദാറ്റ് ലൊക്കേഷൻ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? വി ആണ് വന്നിട്ടുള്ളത് അല്ലെ, പ്രോനൗൺ ആയിട്ട് വന്നിട്ടുള്ളത് വി ആണ്. അപ്പൊ വി ഹാവ് മൂവ്ഡ് എന്തായിരിക്കും? ourselves അല്ലെ, വി ഹാവ് മൂവ്ഡ് ourselves ഫ്രം ദാറ്റ് ലൊക്കേഷൻ. ഓക്കെ, വി ആണെങ്കിൽ അവർ ആണ് വരിക അല്ലെ, അപ്പൊ ourselves ഫ്രം ദാറ്റ് ലൊക്കേഷൻ. ഓക്കെ, അടുത്ത ചോദ്യം. ദ കാറ്റ് വാസ് സ്ലീപ്പിംഗ് ഡാഷ് ദ ട്രീ. എന്തായിരിക്കും? ട്രീയുടെ അടിയിൽ അല്ലെ, അപ്പൊ അണ്ടർ ആണ് പറയാം. ഇവിടുത്തെ പ്രപ്പോസിഷൻ ഏതാ? ദ കാറ്റ് വാസ് സ്ലീപ്പിംഗ് അണ്ടർ ദ ട്രീ അല്ലെ, ട്രീയുടെ അടിയിലാണ്, അണ്ടർ ആണ്. ഓക്കെ, സോ ഇറ്റ്സ് ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബൈ ദ ടൈം ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് വി ഡാഷ് ഹോം. എന്തായിരിക്കും ആൻസർ വരിക? ബൈ ദ ടൈം ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് വി ഹാഡ് റീച്ച്ഡ് ഹോം. എന്താണ് ആൻസർ ആയിട്ട് വരിക? വി ഹാഡ് റീച്ച്ഡ് ഹോം ആണ് കേട്ടോ. അതായത് മഴ പെയ്ത് തുടങ്ങിയതിനേക്കാളും മുമ്പ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറയില്ലേ, വെൻ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. പണ്ട് PSC ഇങ്ങനെയായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്, വെൻ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. അപ്പൊ ഏറ്റവും ആദ്യം മുമ്പ് നടക്കുന്ന കാര്യം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയും അല്ലെ, ഹാഡ് പ്ലസ് V3 പറയും. രണ്ടാമത് നടക്കുന്ന കാര്യം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയും. അതേപോലെ ബൈ ദ ടൈം ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് വി ഹാഡ് റീച്ച്ഡ് ഹോം. അപ്പൊ ഞങ്ങൾ ആദ്യം വീട്ടിലെത്തിയിരുന്നു. മഴ പെയ്യുന്ന ടൈമിനേക്കാൾ മുമ്പിൽ തന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് മഴ പെയ്ത് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതാണിത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വരാനുള്ള കാര്യം. ഇവിടെ ഫസ്റ്റ് ആക്ഷൻ ആയതുകൊണ്ട് ഹാഡ് റീച്ച്ഡ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി 84th ക്വസ്റ്റ്യൻ. ഐ ഡാഷ് പ്ലേ വയലിൻ വെൻ ഐ വാസ് എ ചൈൽഡ്. എന്തായിരിക്കും ആൻസർ വരിക? ഐ ഡാഷ് പ്ലേ വയലിൻ വെൻ ഐ വാസ് എ ചൈൽഡ്. ആൻസർ ഫുഡ് ആണ്. ഓക്കെ, ഫുഡ് ആണ് ആൻസർ ആയിട്ട് വരിക. നമ്മൾ സാധാരണ ക്യാന് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക? എബിലിറ്റി പറയാനായിട്ടാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുക അല്ലെ. ഐ ക്യാൻ സിംഗ് എ സോങ്, ഐ ക്യാൻ ഡാൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ക്യാന് നമ്മൾ പ്രസന്റിലെ എബിലിറ്റി പറയാനായിട്ടാണ് യൂസ് ചെയ്യുക. അതേസമയം കുഡ് നമ്മൾ പറയുന്നത് പാസ്റ്റിലെ എബിലിറ്റി പറയാനാണ് കുഡ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പൊ ഐ കുഡ് പ്ലേ വയലിൻ വെൻ ഐ വാസ് എ ചൈൽഡ്. ഓക്കെ, ആൻസർ വരുന്നത് ഫുഡ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐ ആം വെയിറ്റിംഗ് ഫോർ മീനു ഷീ സെഡ്. എന്തായിരിക്കും ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ആൻസർ ആയിട്ട് വരേണ്ടത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ആദ്യം എന്ത് നോക്കണം? ഇവിടെ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിംഗ് വെർബിനെ നോക്കണം. റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് അല്ലെ, സെഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പോർഷനിലെ ടെൻസ് നമ്മൾ മാറ്റണം. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലെ, ആം വെയിറ്റിംഗ്. ഇപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കുമ്പോൾ എന്തായിട്ട് വരും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് വരും. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് വെയിറ്റിംഗ് ഫോർ മീനു. കിട്ടിയോ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് മാറും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഐ ഡാഷ് മൈ ഫ്രണ്ട്സ് പെറ്റ് ഡോഗ് വെൻ ഹീസ് എവേ. എന്തായിരിക്കും ആൻസർ വരിക? ഐ ഡാഷ് മൈ ഫ്രണ്ട്സ് പെറ്റ് ഡോഗ് വെൻ ഹീസ് എവേ. അപ്പോൾ എന്റെ ഫ്രണ്ട് ഇല്ലാത്ത സമയത്ത് ഫ്രണ്ടിന്റെ ഡോഗിനെ ഞാനാണ് നോക്കാറുള്ളത് അല്ലെ. അപ്പൊ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ടേക്ക് കെയർ ഓഫ്. ഓക്കെ, ടേക്ക് കെയർ ഓഫ്, ഞാനാണ് ഡോഗിനെ നോക്കാറുള്ളത്, ടേക്ക് കെയർ ഓഫ് ചെയ്യാറുള്ളത്. ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇനി ഇതിന്റെ ഓപ്ഷൻസ് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ലുക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ എന്താ? ലുക്ക് ത്രൂ. ഓക്കെ, ലുക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ട് ചെയ്യാം അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യാം അല്ലെ, നല്ലപോലെ മനസ്സിലാക്കുക അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ലുക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എക്സാമിൻ അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യാട്ടോ. ഇനി അടുത്ത് നോക്കാം ലുക്ക് റൗണ്ട്. ലുക്ക് റൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റിനും നോക്കുക. നമ്മൾ ലുക്ക് അറൗണ്ട് എന്നൊക്കെ പറയില്ലേ, ലുക്ക് അറൗണ്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ലുക്ക് റൗണ്ട്. ലുക്ക് റൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റിനും നോക്കുക എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഹി സ്പെൻഡ് ദ ഡേ ലുക്കിംഗ് റൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ചുറ്റിനും നോക്കി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനിയുള്ളത് ലുക്ക് എഹെഡ് ആണ്. ലുക്ക് എഹെഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യാണ്. ഐ ആം ലുക്കിംഗ് എഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെക്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ ലുക്ക് എഹെഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എന്താണ്? എക്സ്പെക്ട് ചെയ്യുക. എന്താണ് ഇനി ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുക. അതാണ് ലുക്ക് എഹെഡ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഇറ്റ് ഇസ് ലുക്ക് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ ഓഫ്. ഇനി നെക്സ്റ്റ് ഇസ്
ദ കിങ്സ് എൽഡസ്റ്റ് സൺ ഇസ് ദ ഡാഷ് ടു ദി ത്രോൺ. എന്തായിരിക്കും ആൻസർ? അടുത്ത അവകാശി അല്ലെങ്കിൽ അടുത്ത പിൻഗാമി എന്നൊക്കെ പറയുന്ന മീനിങ് വരുന്ന വാക്ക് ഏതാ? ഹെയർ ആണ് അല്ലെ, HEIR ആണ്. കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. ദാറ്റ് ഇസ് HEIR. ദ കിങ്സ് എൽഡസ്റ്റ് സൺ ഇസ് ദി ഹെയർ ടു ദി ത്രോൺ ആണ് കേട്ടോ, HEIR. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഹൂസ് എൻഗേജ്ഡ് ഇൻ ചാരിറ്റബിൾ വർക്ക്സ്. വൺ ഹൂസ് എൻഗേജ്ഡ് ഇൻ ചാരിറ്റബിൾ വർക്ക്സ്, അതിനെ പറയുന്നത് ഫിലാന്ത്രോപ്പിസ്റ്റ് അല്ലെ, ഫിലാന്ത്രോപ്പിസ്റ്റ് മനുഷ്യ സ്നേഹിയാണ്. അപ്പൊ വൺ ഹൂസ് എൻഗേജ്ഡ് ഇൻ ചാരിറ്റബിൾ വർക്ക്സ് എന്താ പറയാ? ഫിലാന്ത്രോപ്പിസ്റ്റ്. ഓക്കെ, മനുഷ്യ സ്നേഹി. ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നരവംശ ശാസ്ത്രജ്ഞൻ അല്ലെ. ആന്ത്രോപോളജി അല്ലെങ്കിൽ ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നരവംശ ശാസ്ത്രജ്ഞൻ. ഓക്കെ. ആംബി ഡെക്സ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ആംബി ഡെക്സ്റ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് കൈയും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ. അതിനെയാണ് നമ്മൾ ആംബി ഡെക്സ്റ്റർ എന്ന് പറയാ. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സിനണിം ഓഫ് ദി വേർഡ് ബെട്രേ. ബെട്രയുടെ സിനണിം ആണ് ചോദിച്ചത്. ഏതാണ്ട് ഒരേ മീനിങ് വരുന്ന വാക്ക് ഏതാണ്? പറയാവോ? ദാറ്റ് ഈസ് ഡിസീവ് ചെയ്യുക അല്ലെ. ഡിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക, ചീറ്റ് ചെയ്യുക, ബെട്രേ ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡിസീവ്. ഡിസീവിന്റെ സ്പെല്ലിംഗ് നോക്കുക, DECEIVE, ഡിസീവ് ആണ് കേട്ടോ. ഓക്കെ, ഈ സീസ് എന്ന് പറഞ്ഞാൽ എന്താ? സീസ് എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. സീസ് ചെയ്തു. സീസ് ചെയ്യാന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക. അതേസമയം സീസ് എന്ന് പറഞ്ഞാൽ എന്താ? സീസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക, നിർത്തുക കേട്ടോ. അതാണ് സീസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ തമ്മിൽ മാറിപ്പോകുന്നുണ്ടെങ്കിൽ സീസ്, ഈ സീസിനകത്ത് നോക്കിയേ ഈസ് ഉണ്ട് അല്ലെ. സീസിനകത്ത് ഒരു ഈസ് ഉണ്ട്. അപ്പോൾ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെ നമ്മൾ പഠനം വേഗം നിർത്തും, സ്റ്റോപ്പ് ചെയ്യും എന്നൊക്കെ ഓർക്കാം. അപ്പൊ സീസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്, ഈ സീസ് എന്ന് പറഞ്ഞാൽ SEISD എന്ന് പറഞ്ഞാൽ എന്താണ്? പിടിച്ചെടുക്കുക എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, റെക്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? തിരുത്തുക അല്ലെ. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ദി ഇഡിയം ടു ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. എന്താണ് ടു ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും ആൻസർ വരിക? ടു ഫീൽ സോറി ഓർ സാഡ് അബൌട്ട് സംതിങ് ദാറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൻഡ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന അതിനെയാണ് നമ്മൾ ടു ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്, തുളുമ്പിപ്പോയ പാലിനെ ഓർത്തിട്ട് നമ്മൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുക എന്നുള്ളൊരു മീനിങ് കേട്ടോ. ടു ഫീൽ സോറി ഓർ സാഡ് അബൌട്ട് സംതിങ് ദാറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൻഡ്. കിട്ടിയോ? അപ്പൊ ഇതായിരുന്നു നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ ടെൻസിലാണ് നിങ്ങൾ തെറ്റിക്കുന്നെങ്കിൽ ഇപ്പൊ ഈ ടെൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്ട്രാ ഒരു 10 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ പ്രപ്പോസിഷൻ ആണ് തെറ്റിക്കുന്നെങ്കിൽ അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ തന്നെ സെൽഫായിട്ട് നിങ്ങളുടെ എവിടെയാണോ നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കുന്നത് ആ ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. ഈ സെഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നിയോ? യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് കൂടുതൽ ഇതേപോലത്തെ ഉള്ള സെഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. എല്ലാവർക്കും നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും പറ്റുന്ന ഇപ്പൊ ടെലഗ്രാം ചാനൽ ആണെങ്കിലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് അവിടെയൊക്കെ ഒന്ന് മാക്സിമം നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം.